രാജാ രാജാ എന്റെ പേര് പ്രമോദ് നാടകോച്ചെ. ഐസ്ക്രീം വേണോ? നല്ല സ്ട്രോബെറി ചോക്കോബാർ. അതെ രാജാ, എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. നല്ല സ്ട്രോബെറി ചോക്കോബാർ. എനിക്കൊരു ഐസ്ക്രീം താ. എനിക്കും വേണം. ദാ പിടിച്ചോ, മാംഗോ സ്ട്രോബെറി. നല്ല ടേസ്റ്റ് ആണ്. ദാ മോൻ പിടിച്ചോ. അല്ല, ഞാൻ ഇവിടെ വെച്ചിരുന്ന എന്റെ ഐസ്ക്രീമിന്റെ പെട്ടി എവിടെ? അതൊരു പുതിയ പെട്ടിയല്ല വെച്ചിരുന്നത്. എവിടെ പോയത്? രാജാ രാജാ, ഞാൻ ആ കള്ളനെ കണ്ടായിരുന്നു. ഞാൻ അവന്റെ സ്കെച്ച് അയച്ചു തരാം. എന്നാ വേഗം വരട്ടെ. എന്റെ ഐസ്ക്രീമിന്റെ സ്റ്റിക്സ്. എടോ ഐസ്ക്രീം കൊള്ളാം. ഞാൻ എന്തൊക്കെയായി പറയുന്നത്? ഐസ്ക്രീം കട്ടൊന്നും പറയപ്പെടോ, ചാടി കളിക്കണോ? ഞാൻ ചാടിക്കൊണ്ടേ Honey Bunny are chasing Fat Monkey. Don't act like a monkey, because I am a bad monkey. Powerful power-ups and use boosters to beat bosses in this fight. And all your adventure awaits you in Honey Bunny Got Showman, the Crazy Chase. Brand new game. Download now only on Google Play Store. ഇത്രയും ചെറിയ തലച്ചോറിനകത്ത് ഇത്രയും വലിയ കുരുട്ടുകുത്തികൾ എങ്ങനെയാണ് ഉദിച്ചു വരുന്നത് മോളെ? രാജാ, എന്റെ രാജാ. എന്റെ പേര് പ്രമോദ് നാടകോച്ചെ. സോറി പ്രമോദ്. അത് കുഴപ്പമൊന്നുമില്ല. എന്റെ രാജാ, അടുത്ത മോശം നമ്മൾ നടത്താൻ പോകുന്നത് ഈ ബാങ്കിലാണ് എന്റെ രാജാ. പറ്റില്ലല്ലേ? അഥവാ എന്റെ ചുണ്ട് വെളുത്തിരിക്കുകയാണെങ്കിലേ ഇന്ന് വീണ്ടും ഒന്നും കൂടി ചോദിച്ചേ. ഞാൻ ഇന്നലെ രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ ഉടുത്തു ഒരു വെള്ളമുണ്ട്. ബണ്ടാരി സ്റ്റേറ്റിൽ ബാങ്കിന്റെ മീറ്റിംഗ് ഉണ്ട്. അടികൈ ഞങ്ങളെ നിങ്ങളോടൊപ്പം കൊണ്ടുവന്നത് വളരെ നന്ദിയുണ്ട്. താങ്കൾ പോയി മീറ്റിംഗ് അറ്റൻഡ് ചെയ്തോളൂ. ഞങ്ങൾ ബ്രേക്ക് സിറ്റിയെ കണ്ടുവരാം. ഞങ്ങളുടെ എന്റെ പേരാണ് ജികെ. എന്റെ പിള്ളേരെ എന്നാൽ ഓക്കെ ഓക്കെ പറയാൻ വേണ്ടിയാണോ ഈ കവിത ചൊല്ലിയത്? അപ്പൊ പിന്നെ ഈ സിറ്റിയെ കുറിച്ച് ചോദിച്ചെങ്കിൽ എന്തൊക്കെ പറഞ്ഞേ? എന്റെ പിള്ളേരെ അയ്യോ ആ കള്ളം കടന്നു കളഞ്ഞു. അതെ രാജാ, എന്റെ പേര് റിയാനാണ്. മാത്രമല്ല ഞാൻ ആ കള്ളന്റെ മുഖം കണ്ടായിരുന്നു. ഇത് 4 പേരുണ്ടല്ലോ. ബാങ്കിലേക്ക് ഒരാൾ മാത്രമേ വന്നുള്ളൂ. എന്റെ രാജാ, ചിലപ്പോ ഇവരാ സംഘത്തിലുള്ളതായിരിക്കും. പോകുന്നു കള്ളന്മാർ. പിടിക്കവന്മാരെ. നീ ഇതിനു മുമ്പ് ഈ സിറ്റി വന്നിട്ടുണ്ടോ? പിന്നെ ഈ പോലീസുകാരൻ ചീർപ്പാഞ്ഞ് നമ്മുടെ നേരെ വരുന്നേ. നിങ്ങൾ കൊള്ളയടിച്ച പണം എവിടെ? ഓവർ ആൻഡ് ഔട്ട്. ഓവറാനൗട്ടല്ല, അണിയും പണിയാണ്. ഈ നിൽക്കുന്ന മകനെ നിങ്ങൾ 4 പേരും ബാങ്ക് കൊള്ളയടിച്ച് കടന്നു കളയുന്നതായി അവർ കണ്ടതായി മൊഴി നൽകിയിട്ടുണ്ട്. യു ആർ അണ്ടർ അറസ്റ്റ്. അല്ല, ഇത് നമ്മൾ തന്നെയാണല്ലോ. സാർ ഞങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞങ്ങൾ കള്ളന്മാരല്ല. തെളിവുണ്ട്, സാക്ഷിയുമുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ പറയുന്നത് എങ്ങനെ വിശ്വസിക്കും? പിടിക്കവരെ. ഇവരോട് പറഞ്ഞാൽ മനസ്സിലാവുന്ന തോന്നുന്നില്ല. വേഗം ഓടിക്കോ. കൂട്ടുകാരെ, നമ്മുടെ രൂപത്തിലുള്ള സ്കെച്ച് എന്തോ പന്തി കേടുപോലെ. അതെ, സ്കെച്ചിൽ എന്റെ മുക്കിന് വല്ലാണ്ട് നീളം കൂടി പോയി. കഴുതേ, ആ മങ്കി നമ്മുടെ സ്കെച്ച് ഉണ്ടാക്കില്ലേ, അതിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾക്ക് എന്താ കണ്ടൂടെ? ഞങ്ങൾ ഒളിച്ചിരിക്കുന്ന കാര്യം അറിയില്ലേ? ഞാൻ സാറിനോട് ആവശ്യമില്ല ചൂടായത്. സോറി. വേഗം ബസ്സിനോട് കേൾക്കോ. എന്തുപറ്റി? എന്തെങ്കിലും ചിരിക്കുന്നേ? ഞാൻ ചിരിക്കുകയല്ല, കരഞ്ഞോണ്ടിരിക്കുകയാണ്. ആരോ ഒരാൾ എന്റെ സ്കെച്ച് വരച്ചുണ്ടാക്കിയിട്ട് എന്റെ മേലെ ഐസ്ക്രീം മോഷ്ടിച്ചു എന്നൊരു കുറ്റം ആരോപിച്ചു വിട്ടു. മാത്രമല്ല ഐസ്ക്രീം കാരനെ കുറെ തല്ലി. കണ്ടില്ലേ, ആ കള്ളി മങ്ങി തെറ്റായ സ്കെച്ച് ഉണ്ടാക്കി മോഷണക്കുറ്റം മറ്റുള്ളവരുടെ തലയിൽ വെച്ചേ. ഇതിന്റെ അർത്ഥം ഇവർക്ക് ആ കടമായിട്ട് ബന്ധമുണ്ട്. അവളെ ഞാൻ വെറുതെ ഇല്ല. ആദ്യം നമുക്ക് വേഷം മാറാം. ആദ്യം ആ മങ്ങിനെ പിടിക്കുന്നതിന് മുമ്പ് പോലീസ് നമ്മളെ പിടിക്കാൻ പാടില്ലല്ലോ. എന്നാ ശരി, ഞാൻ വേഗം സോദാന്റെ മുഖം മൂടി വെക്കാം. വണ്ടി പോപ്പറ്റിന്റെ പിന്നെ പോപ്പറ്റ് എന്റെ മുഖം മൂടി വെക്കട്ടെ. അങ്ങനെ വേഷം മാറിയല്ലോ. നമ്മൾ അഞ്ചിന് വേഷം മാറ്റിയിട്ടാ പോലീസുകാർക്ക് എളുപ്പം നമ്മളെ കണ്ടുപിടിക്കാൻ കഴിയും. ഐഡിയ, ഞാനൊരു ഐഡിയ പറയാം. ഹലോ ഖന്ന സാറേ. കള്ളൻ കള്ളൻ പിടിക്കണേ, കള്ളൻ വേഗം പിടിക്ക്, കള്ളൻ ആരെങ്കിലും പിടിക്ക്, കള്ളൻ പിടിക്ക്, കള്ളൻ. ഞാൻ ആ കള്ളനെ വളരെ അടുത്ത് നിന്ന് കണ്ടതാണ്. ദാ പിടിച്ചു അയാളുടെ സ്കെച്ച്. അയ്യോ ഇത് കാണാൻ പറ്റുമല്ലേ? ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ ഒരുപാട് അടുത്ത് നിന്നാണ് കണ്ടത്. അത്രയും അടുത്ത് നിന്ന് കണ്ടപ്പോ കണ്ടാൻ വെറുതെ കണ്ടത്. ഹലോ വിദ്യ. അയ്യോ നിങ്ങൾക്ക് തെറ്റി, എന്റെ പേര് റിയാനാണ്. ഞങ്ങളുടെ കടയിൽ മോഷണം നടന്നിരിക്കുകയാണ്. നീ മോഷ്ടിച്ചാൽ സ്കെച്ച് ഉണ്ടാക്കാൻ മേടിക്കാണെന്ന് ഞങ്ങൾ കേട്ടറിഞ്ഞതാണ്. അതെ രാജാ, ഇനി നമ്മൾ മോഷ്ടിക്കാൻ കയറിയ ജ്വല്ലറി ഷോപ്പിന്റെ ഉടമസ്ഥരൊന്നുമല്ലത്. എന്തായാലും നമുക്ക് 4 മണ്ടന്മാരുടെ സ്കെച്ച് ഉണ്ടാക്കി കൊടുക്കാം. അതെന്തായാലും നന്നായിരിക്കും മോളെ, നല്ല പ്ലാനാണ്. ഇത് ആ കള്ളന്മാര്. നിന്നെക്കാളും വലിയൊരു വിദ്യ കണ്ടിട്ടേ ഇല്ല. താങ്കൾ പറഞ്ഞു വരുന്നത് എന്താണ്? സത്യത്തിൽ ഞങ്ങൾക്ക് ഒരു കട പോലും ഇല്ല. അപ്പൊ പിന്നെ സ്കെച്ച് ഉണ്ടാക്കിയത് എങ്ങനെയാണ്? ഇതാണ് നീ പറഞ്ഞ കള്ളന്മാരല്ലേ? ഇത് ഞങ്ങൾ തന്നെയാണ്. അയ്യോ രാജാ, എന്റെ പേര് പോപ്പറ്റാണ്. സോറി. അത് കുഴപ്പമില്ല. താങ്ക് യു രാജാ. അയ്യോ രാജാ.
അയ്യോ ഇൻസ്പെക്ടർ, എന്നെ വേഗം ജയിലിൽ അടയ്ക്കൂ. എല്ലാ മോഷണവും ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. എന്നോട് ക്ഷമിക്കലേ സാറേ, ക്ഷമിച്ച് മാപ്പ് തരണേ. കണ്ട സാറേ, ഞങ്ങൾ ഈ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടിയാ സാറിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ അതൊരു സാധനം ശരിയാ. എന്റെ പിള്ളേരെ കള്ളന്മാരെ നിങ്ങൾ പിടിച്ചു കൊടുത്തു. സീറോ പണി പണി പോപ്പർ സോർദാർ, നിങ്ങളാണ് ശരിക്കും ഞങ്ങളുടെ ഹീറോ. അടി നിങ്ങൾ 4 പേര് ശ്രമിച്ചത് കാരണം ഈ സിറ്റിയിലെ വലിയ 2 കള്ളന്മാരെ പിടികൂടാൻ കഴിഞ്ഞത്. പത്രത്തിൽ നിങ്ങൾ 4 പേരുടെ പേര് ഞാൻ പ്രസിദ്ധീകരിക്കും. പണി സോർദാർ പോപ്പർ, ഓവർ ആൻഡ് ഔട്ട്. ഞങ്ങൾ 4 പേരുടെ പേര് മാത്രം മതി. ഓവർ ആൻഡ് ഔട്ട് വേണ്ട. മനസ്സിലായോ? നിങ്ങൾ 3 പേരുടെ പേര് പിടികൂടാൻ സാധിച്ച ലിസ്റ്റിൽ ഇടാം. പിന്നെ ഹണിയുടെ പേര് ഈ കള്ളന്മാരെ ലിസ്റ്റിൽ തന്നെ ചേർത്തേക്കാം. അയ്യോ അങ്ങനെ ചെയ്തേക്കില്ല സാറേ. എന്നാ പിന്നെ ഞാൻ ഓവർ ആൻഡ് ഔട്ടായി പോകും.